ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോ ഒരു 2 months ബിഫോർ എടുത്ത വീഡിയോ ആട്ടോ. ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മാറി പോകുന്നുണ്ടായിരുന്നു. പലതും എഡിറ്റ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോസിന് ഞാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ, അതായത് കുറച്ച് കൂടുതൽ ഞാൻ പെർഫെക്ഷൻ നോക്കുന്നുണ്ടോ എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് ശരി ഇങ്ങനെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്തതാണ്. ഇതെടുത്തിട്ട് കുറച്ചായിപ്പോയി. ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ കുറച്ച് അമ്പലങ്ങളൊക്കെ പോയ സമയത്ത് എടുത്ത വീഡിയോസാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ നാട്ടിലേക്ക് വന്നത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മറ്റൊരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പാഷൻ ഞാൻ ശരിക്കും റീസ്റ്റാർട്ട് ചെയ്തു. ഒരു പുതിയൊരു ഡാൻസ് ഐറ്റം തന്നെ ഞാൻ പഠിച്ചു. എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റായി ഇനി കളിക്കാൻ പറ്റും. എൻ്റെ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസിക്കൽ ഡാൻസിൽ. അപ്പോൾ ആ ഗ്യാപ്പ് എനിക്ക് റീഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതൊക്കെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കൂടെ ഉള്ളത് കൊണ്ടും അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ പാരൻസ്, അതുപോലെ തന്നെ എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ ബെസ്റ്റ് എൻ്റെ ടീച്ചർ, അവരുടെയൊക്കെ ഹെൽപ്പോടുകൂടി ഞാൻ ഇന്ന് എൻ്റെ പ്രൊഫഷൻ, ശരിക്കും എൻ്റെ പാഷൻ ഇന്നൊരു പ്രൊഫഷനായി മാറിയിരിക്കുകയാണ്. ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗുരുവായൂരമ്പലത്തിൽ എന്നും പോകുന്നവരും എന്ത് വിശേഷം വന്നാലും അവിടെ എത്തുന്ന ആൾക്കാർക്കും അത് കൺഫേം ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പോൾ ഈ സാധനങ്ങൾ കാണുന്നവിടെയൊക്കെ ചുമ്മാ ഒന്ന് കയറി ഇറങ്ങിയാൽ തന്നെ അതിലും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതിൻ്റെ പോസിറ്റീവ് എനർജി ഗുരുവായൂരമ്പലത്തിൽ മാത്രം കിട്ടുന്നു ഒരു പോസിറ്റീവാണ്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ഒന്നാണ് എൻ്റെ അടുത്തുള്ള എൻ്റെ കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അത് എൻ്റെ വീട്ടിനടുത്ത് ഞാൻ എന്നും കുട്ടിക്കാലം മുതൽ പോകുന്ന അമ്പലമാണ്. അവിടെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലൊരു സമാധാനം. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഗുരുവായൂരമ്പലം, കൽപ്പാത്തി അമ്പലം, അങ്ങനെ വേറെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഗുരുവായൂരമ്പലം സ്കിപ്പ് ചെയ്യാതിരിക്കാനും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള ഞങ്ങളുടെ പ്രയോറിറ്റി 1 ആണ് ഇപ്പോൾ കണ്ട വീഡിയോസ്. ഇത് സ്കിപ്പ് ചെയ്താൽ പിന്നെ ഞങ്ങളുടെ വേറെ കാര്യങ്ങളൊന്നും സ്കെഡ്യൂൾഡായിട്ട് നടക്കാറില്ല. സോ അതുകൊണ്ട് ഈ 2 ദിവസം ഞങ്ങൾ എവിടേക്കൊക്കെ പോകണം, ഏത് അമ്പലത്തിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ടാവാറുണ്ട്. അതൊന്ന് പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ശുഭമായി നടക്കുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അമ്പലത്തിലേക്കുള്ള യാത്രകളും മറ്റ് ജേർണീസ് എല്ലാം. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു ദെൻ, ബൈ, ടേക്ക് കെയർ.